ഹായ് എവരിവൺ, നമ്മുടെ കൂടെ ഇന്ന് അശ്വിനിയാണ് ഉള്ളത്. IIT JAM 2025 ഫിസിക്സ് എക്സാം ക്ലിയർ ചെയ്തിരിക്കുന്ന മോളാണ്. അപ്പോ അശ്വിനിക്ക് എങ്ങനെയായിരുന്നു IIT JAM എന്ന എക്സാമിന്റെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ, അതുപോലെ അശ്വിനി ഉണ്ടായിരുന്നത് ഓൺ ഗോയിങ് ആയിരുന്നില്ല, ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ടാണ് അശ്വിനി ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ടാണ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പൊ അതെങ്ങനെയായിരുന്നു അശ്വിനി കൈകാര്യം ചെയ്തത്, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ഇനി ഫ്യൂച്ചർ പ്ലാനുകൾ, ഇതൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഹായ് അശ്വിനി. ഹലോ മിസ്. ഓക്കെ, മോള് ജാബ് ഇപ്പൊ ക്രാക്ക് ചെയ്തിട്ട് കുഴപ്പമില്ലാത്ത നല്ലൊരു റാങ്കിൽ നിൽക്കുകയാണ് അല്ലേ? എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പൊ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അതെ. പിന്നെ വിചാരിച്ച ആ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. മോള് എങ്ങനെയായിരുന്നു ഈ ജാമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? അതായത് ഇപ്പോ ജാമിന്റെ എക്സാം എന്നുള്ളത് അറിയാലോ, കുറെ പേർക്ക് അങ്ങനെ അറിയാത്ത ഒരു ഗ്യാപ്പ് വരുന്ന ഒരു എക്സാമാണ്. കാരണം പ്ലസ് ടു കഴിഞ്ഞാൽ നേരിട്ട് മിക്ക ആളുകളും എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ JEE ആയിട്ടും നീറ്റ് ആയിട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഡിഗ്രിക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ജാം എക്സാം ഉണ്ട്, അല്ലെങ്കിൽ അതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ട് എന്നൊക്കെ എങ്ങനെയാ അറിഞ്ഞത്? അതോ മുമ്പേ പഠിക്കുമ്പോഴേ തന്നെ അറിയായിരുന്നോ? അതായത് ഒരു പ്ലസ് ടു കാലഘട്ടത്തിലൊക്കെ അങ്ങനെയൊക്കെ അറിയായിരുന്നോ? ഞാന് പ്ലസ് ടു കഴിഞ്ഞ ടൈമിൽ ഇങ്ങനെ ജാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ഡിഗ്രിക്ക് ചേരുന്നതിന് മുന്നേ അറിയായിരുന്നു ജാം എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട് എന്നല്ല. പക്ഷെ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടത്, അങ്ങനെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ, അതൊന്നും അറിയില്ലായിരുന്നു. ഓക്കെ ഓക്കെ, അതായത് പ്ലസ് ടുവിന് ഉള്ളപ്പോ തന്നെ അറിയായിരുന്നു അല്ലേ? പ്ലസ് ടു കഴിഞ്ഞ ടൈമിൽ ഡിഗ്രി ജോയിൻ ചെയ്യാനുള്ള സമയത്ത് ഓരോ ഓപ്ഷൻസ് ഒക്കെ നോക്കിയ ടൈമിൽ അറിയായിരുന്നു. ഓക്കെ ഓക്കെ, അതൊരു നല്ലൊരു അവയർനെസ്. സാധാരണ എപ്പോഴും അതെ, ഒന്നെങ്കിൽ ഡിഗ്രി കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഓൺ ഗോയിങ് ആയിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെയാണ്, ചിലപ്പോൾ കുറെ കഴിഞ്ഞിട്ടാവും നമ്മൾ അറിയാം ഇങ്ങനെ ഒരു എക്സാം ഉണ്ട് എന്നുള്ളത് അല്ലേ? ഇത് നേരത്തെ അറിഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഫസ്റ്റ് ഇയറിലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ, അതോ എങ്ങനെയായിരുന്നു അത്? അത് വെറുതെ കേട്ട് വിടായിരുന്നു ജാം എക്സാം ഉണ്ട് ഓക്കെ എന്നുള്ളതിൽ? ഞാന് ഫസ്റ്റ് ഇയറിനൊന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. സെക്കൻഡ് ഇയർ തുടങ്ങിയ സമയത്ത് ഡ്രസ്സിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു കോളേജിൽ വെച്ചിട്ട്. ഇങ്ങനെ ജാമിന്റെ എക്സാമിന് പ്രിപ്പറേഷന് എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള. അപ്പം ഞാൻ ആ സെക്കൻഡ് ഇയറിൽ എന്റെ ക്ലാസ്സിലുള്ള ഒരുപാട് കുട്ടികൾ ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ടൈമിലാണ് ഡ്രസ്സിൽ ജോയിൻ ചെയ്തത്, ഇത് ജാം പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, മോൾ ഏത് കോളേജിലായിരുന്നു പഠിച്ചിരുന്നേ? ഞാൻ പ്രൊവിഡൻസ് വുമൻസ് കോളേജിലായിരുന്നു പഠിച്ചത്. ഓക്കെ ഓക്കെ, അപ്പൊ അവിടുത്തെ ഒരു ഓറിയന്റേഷനിലാണ് ഒന്നും കൂടിയും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അതെ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഇയറിലെ അറിഞ്ഞു, പക്ഷെ എഴുതിയോ? എക്സാം എഴുതിയിരുന്നോ? ഇല്ല, എക്സാം എഴുതിയിട്ടില്ലായിരുന്നു. ആ ഡ്രസ്സിന്റെ ക്ലാസ്സസ് ഒക്കെ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. പക്ഷേ ഡിഗ്രീന്റെ ക്ലാസ്സിനായിരുന്നു ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ചില ടൈമിലൊന്നും എനിക്ക് ഈ ക്ലാസ് കാണാനൊന്നും പറ്റാറില്ല, പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റാറില്ല. അത് അങ്ങനെ ആ ഒരു സൈഡിലൂടെ പോയി, അങ്ങ് മെയിനായിട്ട് ഫോക്കസ് കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ ഓക്കെ. ഫൈനൽ ഇയറിൽ എഴുതിയിരുന്നോ? ഡിഗ്രി ഫൈനൽ ഇയറിൽ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നോ? ഫൈനൽ ഇയറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അങ്ങ് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാണ്ടാണ് എഴുതിയത്. ലാസ്റ്റ് ഇയർ ആകുമ്പോ പിന്നെ ഡിഗ്രിയിൽ ലാബും അങ്ങനെ അതിന്റെ എക്സാംസ് അങ്ങനെയൊക്കെ വന്നപ്പോ ഞാൻ ജാം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ക്വാളിഫൈഡ് ആയിരുന്നോ ഡിഗ്രിക്ക്? ക്വാളിഫൈഡ് ആവാൻ പറ്റിയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എക്സാം ഇപ്പൊ എന്തായാലും 2024 എക്സാമും എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അതും 2025 എക്സാമും ഇപ്പൊ എഴുതിയ എക്സാമും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരുന്നു എളുപ്പം പഠിച്ചെഴുതിയപ്പോ? 2024 എക്സാം. അതെ, അപ്പൊ അതൊരു നഷ്ടമായി അല്ലേ, അന്ന് എഴുതിയിരുന്നെങ്കിൽ ഒന്നും കൂടിയും. അന്ന് കുറച്ചുകൂടി നന്നായി പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല റാങ്ക് അപ്പോഴേ കിട്ടുമായിരുന്നു എന്ന് തോന്നി. ഓക്കെ, പ്രിപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ഇതിലേക്ക് എത്തിയത് അല്ലേ? അതെ. ഓക്കെ. ഇനിയിപ്പോ മോൾ എന്തായാലും ഇപ്പൊ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പൊ ഇനി ആ ഒരു ജേർണി പറയാൻ പറ്റുമോ? അതായത് ഇപ്പോ ഡിഗ്രി ഫൈനൽ ഇയറിൽ വേണ്ടാന്ന് വെച്ച് വെറുതെ എഴുതി നോക്കി, കിട്ടിയില്ല. പിന്നെ എന്തായാലും മോൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, കോളേജിലെ MSc വേണ്ടാന്നുള്ളതായിരിക്കും മേ ബി അല്ലേ? കാരണം ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ മേ ബി NIT IIT ഉണ്ടോ? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് NIT-ല്. അവള് കോളേജിൽ പഠിക്കുന്ന ടൈമില് ഡ്രസ്സില് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു. ജാമിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് അവള് NIT സൂറത്കല്ലിലാണ് ഇപ്പോ. അപ്പം അതൊരു ഇൻസ്പിറേഷൻ ആണ്. ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തണം എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് പിന്നെ റിപ്പീറ്റ് ഓപ്ഷൻ എടുത്തതാണ്. കാരണം എന്താ വെച്ചാൽ മിക്ക ആളുകൾ എന്താ വെച്ചാൽ വേണ്ട ഒരു കൊല്ലം ഡ്രോപ്പ്, കാരണം പ്ലസ് ടു കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്യും ചില ആളുകൾ, അറിയാലോ, എൻട്രൻസ് എക്സാമിന്.
അപ്പൊ അത് കഴിഞ്ഞാൽ പറയും ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നില്ല, നേരെ ഏതെങ്കിലും കോളേജിൽ ഒരു MSc അങ്ങനെ നോക്കാറുള്ളത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാ ചോദിച്ചിരുന്നേ. ഇല്ല. അങ്ങനെ റിപ്പീറ്റേഷൻ തന്നെ. ഞാന് അങ്ങനെ MScക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ റിപ്പീറ്റ് എന്നുള്ള ആ രീതിയിൽ തന്നെ എത്തി. ഓക്കെ. റിപ്പീറ്റ് ചെയ്തിട്ട് അറിയാലോ, പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും റിപ്പീറ്റേഷൻ. അതായത് കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 ഇയർ എടുത്തിട്ട്, എനിക്ക് തോന്നുന്നു 1 ഇയർ ഉണ്ടാവുമോ, 10 months ഒക്കെ അല്ലെ മാക്സിമം. ആ കോളേജ് എനിക്കറിയാം ഒരു മാർച്ച് ഒക്കെ കഴിഞ്ഞ് പിന്നത്തെ എക്സാം പറയുന്നത് നെക്സ്റ്റ് ഈ ഫെബ്രുവരിയിലല്ലേ ഉണ്ടായത്. അതെ. ഒരു 10 months തന്നെ എടുക്കാം നമുക്ക്, അല്ലേ? എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ഒതുക്കി വരുമ്പോഴേക്കും ഒരു 10 months എന്ന് എടുക്കാം. ഈ ഒരു 10 months കൊണ്ട് പഠിച്ചെടുത്തൂലോ. എന്തായാലും ജാമിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പിന്നെ അശ്വിനി എന്തായിരുന്നു, ഹൈബ്രിഡ് ബാച്ചും കൂടിയായിരുന്നു അല്ലെ? അതെ, ഇതിന്റെ ഓഫ്ലൈൻ ഹൈബ്രിഡ് ബാച്ച്. ബാച്ചും കൂടിയായിരുന്നു അശ്വിനി. അപ്പോ ആ ഒരു റിപ്പീറ്റേഷനിൽ ഹൈബ്രിഡ് ബാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? അതോ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തത്? പഠിച്ചു വന്നത് എങ്ങനെയാണ്? എന്തായിരുന്നു? അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹൈബ്രിഡ് ബാച്ച് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാച്ച് ആയിരുന്നു. അപ്പം ഒരു ജൂലൈ ഫസ്റ്റ് വീക്കാണ് ഹൈബ്രിഡ് ബാച്ചിലേക്ക് മാറിയത്. അപ്പൊ അതുവരെ ഓൺലൈനിലുള്ള ക്ലാസ് ആയിരുന്നു. അപ്പം അതിനുശേഷമാണ് കാര്യമായിട്ട് ഒരു സബ്ജക്ട്സിലേക്ക് കയറിയത്. അപ്പം സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ വീക്കിൽ 2 ദിവസമാണ് ക്ലാസ് ഉണ്ടായിരുന്നത് ഓഫ്ലൈൻ ആയിട്ട്. അപ്പം ആ ദിവസങ്ങളിൽ അതിന്റെ മുന്നേ വീഡിയോ കാർഡ്സ് തരും. അപ്പം അത് കാണും, നോട്ട് എഴുതും, എന്നിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരും. അപ്പം ക്ലാസ്സിൽ ടീച്ചേഴ്സ് അതിന്റെ ഒരു സമ്മറി പറയും. പിന്നെ മെന്റി ക്വിസസ്, പിന്നെ ഇന്ററാക്റ്റീവ് സെക്ഷൻസ്, പിന്നെ നമുക്ക് ഡൗട്ട് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ PYQ സെഷൻ ആയിട്ട് ഒരു ദിവസം അങ്ങനെ PYQs മാത്രം ചെയ്തിട്ട് അങ്ങനെയൊക്കെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പം അത് നല്ല എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലെ? ഓൺലൈനും ഓഫ്ലൈനും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലെ? ഓൺലൈൻ ആകുമ്പോൾ ഒരു 1 അവർ അല്ലെങ്കിൽ 2 അവർ അത്രേ ഉള്ളൂ പറ്റുള്ളൂ. ഇതാകുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം 9 മണി മുതൽ 5 മണി വരെ ആയിരുന്നു ക്ലാസ് ടൈം. അപ്പം അത്യാവശ്യം ടോപ്പിക്സ് കവർ ചെയ്യാനും ഒരു സമ്മറി നമുക്ക് ഒരു കൺസെപ്റ്റ്വൽ ക്ലാരിറ്റിക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് എഫക്റ്റീവ് ആയിരുന്നു. ഓക്കെ. എന്തായാലും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയി അല്ലേ? അതെ. ഓൺലൈനേക്കാളും കൂടുതൽ ഇഷ്ടം ഓഫ്ലൈൻ ആയി. ആ 2 ദിവസം നല്ല ബെനിഫിറ്റ് ആയിട്ട് പോയി അല്ലേ? ഓക്കെ. പിന്നെ ഇനിയിപ്പോ എന്തായാലും മോള് ഇപ്പൊ പറഞ്ഞല്ലോ, എന്തായാലും ഇത് ജാമിനായിട്ട് ഇറങ്ങി തിരിച്ചു, ഇനി വേറെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ. മോള് ഒരു ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ജേർണിയിൽ വരുന്ന സമയത്ത് അറിയാലോ, ചിലപ്പോ പകുതി വെച്ചിട്ട് വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അയ്യോ എനിക്ക് ഒന്നും കിട്ടുന്നില്ല, ഇത് എന്നെ കൊണ്ട് ഒക്കില്ല. ചിലപ്പോ ആ ഒരു പകുതിയിൽ വെച്ചിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ ഡൗൺ ആയിട്ട് അവസ്ഥ ഉണ്ടോ, ഇല്ലെങ്കിൽ അതിന് റിക്കവർ ആയിട്ടുണ്ടോ? എന്താണ് അവസ്ഥ അത്? ഡൗൺ ആയിട്ടുള്ള ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് ഞാൻ ലാസ്റ്റ് പ്രിപ്പറേഷന്റെ ലാസ്റ്റ് ഫേസ് ഒരു ഡിസംബർ ആ ഒരു ടൈം ആയപ്പോഴാണ് ഞാൻ കുറച്ച് ഡൗൺ ആയി പോയത്. അപ്പം ആ ഒരു ടൈമില് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മിക്സ്ഡ് ആയിട്ട് ചെയ്യുമല്ലോ ടോപ്പിക്സ്. അപ്പം ആ ഒരു ടൈമിൽ കിട്ടാണ്ട് വന്നപ്പം അത്യാവശ്യം നല്ല ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ട്രിസിന്റെ കൂടെ തന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പൊ ട്രിസ് ടോപ്പിക് കവർ ചെയ്യുന്നതിനനുസരിച്ച് അതേപോലെ മൊഡ്യൂൾ വൈസ് ആയിട്ട് പഠിക്കും. പിന്നെ അസൈൻമെന്റ്, ചെക്ക് പോയിന്റ്സ് അതൊക്കെ ചെയ്യും, പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യും. ആ രീതിയിൽ തന്നെയാ പോയത്. അപ്പം ഓരോ ടോപ്പിക് എടുക്കുന്ന ടൈമിൽ ആ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നന്നായി ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ അറിയാത്ത ടോപ്പിക്സ് ഒക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റി. പക്ഷെ ലാസ്റ്റ് ഒരു ഡിസംബർ മന്ത് എത്തിയപ്പോൾ റിവിഷൻ ബാച്ചും അങ്ങനത്തെ റിവിഷൻ എക്സാംസും അങ്ങനെയൊക്കെ വന്ന ടൈമിൽ കുറച്ച് മിക്സഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുമ്പം അത് റീകോൾ ചെയ്തെടുത്തിട്ട് അത് അറ്റൻഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അപ്പോഴാണ് മറ്റേ റിവിഷന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുക. ആദ്യം ഓരോ ടോപ്പിക് പഠിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെന്ന് അപ്പൊ മനസ്സിലായി. ഞാൻ അങ്ങനെ ഓൾറെഡി ആദ്യം മിക്സ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാറില്ലായിരുന്നു. ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിന്റെ മാത്രമായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഡിസംബർ മാസത്തിൽ റിവിഷൻ തുടങ്ങിയ ടൈമില് മിക്സഡ് നോക്കിയ സമയത്ത് ഒന്നും കിട്ടാണ്ട് വന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത്യാവശ്യം നല്ല ഡൗൺ ആയി പോയിണ്ടായിരുന്നു. പിന്നെ അതിന്ന് പിന്നെ ടീച്ചേഴ്സൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. മിസ്സായാലും മിസ്സിനെ അപ്രോച്ച് ചെയ്യാൻ മിസ് നന്നായി മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിന്ന് കുറച്ചായിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്ത്
അങ്ങ് മാനേജ് ചെയ്യാൻ പറ്റി. ഓക്കെ. ഇനി എന്തായാലും മോളെന്തായാലും ഒരു കാര്യം അറിയാലോ. കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എന്തായാലും മോളുടെ ഫ്രണ്ട് ഇപ്പൊ NITയിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ മോള് ആ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോബ്ലം സ്കില്ലിംഗ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഫാക്ടറാന്ന് മനസ്സിലായില്ലേ? നന്നായിട്ടുണ്ട്. തിയറിയെക്കാളും കൂടുതല് ക്ലാസ് എടുക്കുമ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യം കുറച്ച് കോൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾ പ്രോബ്ലം ചെയ്യണം, അല്ലെങ്കിൽ ആ ഇക്വേഷൻ പഠിക്കണം, ഇത് പഠിച്ചേ പറ്റൂ എന്നൊക്കെ പലപ്പോഴും നിർബന്ധം പറയാറുണ്ട്. അല്ലെ, ഇത് എവിടുന്ന് വന്നു എന്നുള്ളത് ഡെറിവേഷൻ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഡെറിവേഷൻസ് വേണം, അല്ലേ, കോൺസെപ്റ്റ് കിട്ടി പഠിക്കാന്നുള്ളൊരു രീതിയിലായിരുന്നു നമ്മളൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ അറിയാലോ, എക്സാമിന്റെ ഷോർട്ട് ടൈം എന്നുള്ള ആ ഒരു ഇതില് നമുക്ക് ഇക്വേഷൻ ആയിരുന്നു നമ്മുടെ ഇമ്പോർട്ടൻസ്, ഇക്വേഷനും ആ പ്രോബ്ലം സ്കില്ലും. അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്? അതായത് മോള് കൂടുതലും ഇതിനാണോ ഇരുന്നത്, തിയറിക്കാണോ, അതോ പ്രോബ്ലം എങ്ങനെ കവർ ചെയ്ത് കൊണ്ടുവന്നു? അതായത് ഒരു ഷോർട്ട് ടൈമിന്റെ ഉള്ളിൽ ചെയ്യണമല്ലോ മോളെ. അറിയാലോ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് ഒക്കെ എത്തുമ്പോഴേക്കും വേഗം വേഗം ചെയ്ത് പോണം നമുക്ക്. അതിലേക്ക് എങ്ങനെ എത്തിയത്? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മിസ്സിന്റെ ക്ലാസ്സസ് ഒക്കെ കാണാറുണ്ടെങ്കിലും പിന്നെ ഞാൻ പ്രോബ്ലംസ് എക്സ്ട്രാ അങ്ങനെ ചെയ്ത് പഠിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ലൊന്നും ഇല്ല കാര്യമായിട്ട്. കൂടുതൽ ആ ടൈമിലായാലും ഡിഗ്രിക്ക് ഫോക്കസ് എടുത്തുകൊണ്ട് കൂടുതൽ തിയറി പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കി പഠിക്കുക, ആ ഒരു രീതിയിൽ അങ്ങ് ഫിസിക്സ് എൻജോയ് ചെയ്ത് പഠിക്കുക എന്നുള്ള അങ്ങനെ ആയിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് ചെയ്യുന്നതിന് എനിക്ക് നല്ല അത്യാവശ്യം തുടക്കത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ചെക്ക് പോയിന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ചിലതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കിട്ടിയില്ല എന്ന് വരും, പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക, അങ്ങനെ അത് ആ ഒരു ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇനി എന്തായാലും ജാമിന്റെ എക്സാം എഴുതി മോള്. എക്സാം എഴുതിയ സമയത്ത് മോൾ ആ പേപ്പറിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ഒരു 33 മാർക്ക് കിട്ടിയോണ്ടാണ് ഈ റാങ്കിലേക്ക് എത്തിയിട്ടുണ്ടാവുക. മോൾക്ക് അതില് ഒരു കണ്ട പ്രത്യേകത എന്തായിരുന്നു? അതായത് എക്സാം ഇപ്രാവശ്യം ടഫ് ആയിരുന്നു, അതുകൊണ്ട് കട്ട് ഓഫ് നിങ്ങൾക്ക് അറിയാലോ, നല്ല രീതിയിൽ കുറവായിരുന്നു എക്സാം, നല്ല രീതിയിൽ ടഫ് ആയിരുന്നു എന്നുള്ളതുണ്ട്. മോള് എങ്ങനെയാണ് നെഗറ്റീവ് ഇല്ലാതെയാണോ ഈ മാർക്കിലേക്ക് എത്തിയത്? ചില പറയൂലോ, ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നെഗറ്റീവ് അടിച്ചിട്ടാണ് ഈ മാർക്കിലേക്ക് വന്നിട്ടുണ്ടാവുക, അതോ നെഗറ്റീവ് ഇല്ലാതെ സേഫ് സ്കോർ ആയിരുന്നോ ഇത്? എനിക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട്, ഒരു 2 മാർക്സിന്റെ അടുത്ത് നെഗറ്റീവ് വന്നിട്ടുണ്ട്. ഓക്കെ. ഒരു 2 മാർക്സിന്റെ 2 ക്വസ്റ്റ്യനും 1 മാർക്കിന്റെ 1 ക്വസ്റ്റ്യനും തെറ്റിപ്പോയിട്ടുണ്ട്. അല്ലാതെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ എക്സാം എഴുതുമ്പം എനിക്ക് അറിയുന്നത് മാത്രം ഉറപ്പുള്ളത് എന്നുള്ള രീതിയിൽ പവാർ സാറും അങ്ങനെയാണ് പറയാറ്. നമുക്ക് കോൺഫിഡന്റ് ഉള്ളത് മാത്രം ആദ്യം അറ്റൻഡ് ചെയ്യുക, പിന്നെ നമുക്ക് അത്യാവശ്യം ഒന്നുകൂടെ ചിന്തിച്ചിട്ട് പറ്റും എന്നുള്ളത് വീണ്ടും ട്രൈ ചെയ്യുക. അങ്ങനെ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. ആദ്യ റൗണ്ടിൽ നമ്മൾ കുറച്ച് സ്പീഡായിട്ട് വേഗം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യുക, എന്നിട്ട് ചെയ്യുക. പിന്നെ സെക്കൻഡ് റൗണ്ടിൽ കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് തിങ്ക് ചെയ്താൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ എക്സാം ഫോളോ ചെയ്തിട്ടുള്ളത്. അത് യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ കോൺഫിഡന്റ് ആകുന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്ത്, പിന്നെ 2-3 ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ ഒരു ശ്രമം എന്നുള്ള രീതിയിൽ നടത്തിയത് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അതിലെ ഏത് സെക്ഷൻ കൂടുതലും ടഫ് ആയിട്ട് തോന്നിയതും ഈസി ആയിട്ട് തോന്നിയതും? MCQ അത്യാവശ്യം നല്ല ടഫായിരുന്നു. പിന്നെ നാറ്റ് ആണ് പിന്നെയും കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റിയത്. MSQ ചില എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. ഓക്കെ. എന്തായാലും നാറ്റൊക്കെ എഴുതണമെങ്കിൽ അറിയാലോ, ഇപ്പൊ ട്രിക്കി എളുപ്പമായിരുന്നു എന്ന് പറയണമെങ്കിൽ ആ ഒരു ഡിജിറ്റിന്റെ ഉള്ളിലേക്ക് വരണല്ലോ ഡെസിമല്. നിങ്ങളുടെ ഏറ്റവും വലിയ ഡൗട്ടാണ് അത് എല്ലാവർക്കും. 6.3 വന്നാൽ ശരിയാവും. പലപ്പോഴും അത് പല എക്സാംസിനും എഴുതുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഉള്ളിൽ വരണല്ലോ റീജിയനില്. അത് പ്രാക്ടീസ് കൊണ്ട് തന്നെയാണ് അല്ലെ ചെയ്തെടുത്തത്? അത് ഇവിടുന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പഠിക്കാറുണ്ടായിരുന്നു നാറ്റിന്റെ. അപ്പം ഉള്ള വാല്യൂസ് ചില സമയത്ത് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ട്, ഈ ഒരു വാല്യൂന്റെ എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പം അത് ക്ലാസ്സിൽ വരുമ്പോ ആയാലും മിസ്സൊക്കെ പറഞ്ഞു തരാറുണ്ട്, ടീച്ചേഴ്സ് അതിന് സഹായിക്കാറുണ്ട്. അപ്പം അതൊരു എക്സാം എഴുതാൻ പോകുമ്പോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്തെങ്കിലും അഥവാ തെറ്റിപ്പോയാലോ എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്ന അതേപോലെ കറക്റ്റ് ആയിട്ട് ലക്കി ഫാക്ടർ ആണ്. എന്തൊക്കെ പറഞ്ഞാലും അതൊരു ലക്കി ഫാക്ടർ തന്നെ. കാരണം എത്ര കറക്റ്റ് ആയാലും അതിന്റെ ഉള്ളിൽ വരണം. ഒരെണ്ണം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോയാൽ നമ്മുടെ അത് നെഗറ്റീവ് ആയി പോകുമല്ലോ. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. ഓക്കെ. എന്തായാലും ഇപ്പൊ ഈ റാങ്കിലേക്ക് മോള് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ വേണ്ടത് വെച്ചാ, ഇനി മോളൊരു
സ്ട്രാറ്റജി? അതായത് മോളിങ്ങനെ പഠിച്ചെത്തി. ഒരു റിപ്പീറ്റർ ആയിട്ട് പഠിച്ചെത്തിയല്ലോ. മോൾക്ക് എന്താണ് അഡ്വൈസ് കൊടുക്കാനുള്ളത് ഇനി വരുന്ന കുട്ടികളോട്? അതെന്താച്ചാ ഒന്നുങ്കി ഓൺ ഗോയിങ് ആവുന്ന സമയത്തെ പഠിക്കണം എന്നുള്ളതാണോ? അതോ ഒരു റിപ്പീറ്റർ ആയിട്ടിരിക്കുമ്പോ പഠിക്കുന്നതിന്റെ ഒരു വ്യത്യാസവും? എങ്ങനെയാണത്? അത് എനിക്ക് എന്റെ ജേർണിന്ന് മനസ്സിലായത് വെച്ചാൽ ഞാൻ കുറച്ച് നല്ല ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഡിഗ്രീന്റെ ടൈമിലായാലും ഞാൻ എൻട്രൻസിനൊന്നും ഫോക്കസ് ചെയ്തില്ല. ഇപ്പൊ ഡിഗ്രീന്റെ ടൈമിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അത്യാവശ്യം നല്ല റാങ്ക് വാങ്ങാൻ പറ്റും. ഡിഗ്രീന്റെ ടൈമിൽ പഠിക്കുകയാണെങ്കിൽ. ഒരു ഐഐടി അല്ലെങ്കിൽ നല്ല ടോപ്പ് എൻഐടി തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ സമയത്ത് ഡിഗ്രീനെ കുറച്ച് നമ്മൾ പഠിക്കാനുള്ള യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അതിന് എൻട്രൻസിന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അത്യാവശ്യം നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഇനി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ റിവിഷൻ അത്യാവശ്യം നല്ല കാര്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പം എനിക്ക് പറ്റിയൊരു തെറ്റ് അങ്ങനെയുണ്ട്. ഫോർമുലാസ് ഒന്നും ഞാൻ ആദ്യം ബൈഹാർട്ട് ചെയ്യുന്ന അത്ര ഇഷ്ടമുള്ള കാര്യം അല്ലാത്തത് കൊണ്ട് ഞാൻ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചു. അപ്പം അത് എനിക്ക് ടെൻഷൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഫോർമുലാസ് ഒന്നും അറിയില്ല ബൈഹാർട്ട് എന്നുള്ള കാര്യം. അപ്പം ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്ക് മാത്രം നമ്മൾ ആദ്യം ഒരു ടോപ്പിക്ക് പഠിച്ചു. അത് ഓരോ ആഴ്ചയിൽ വീക്കിലി നമ്മൾ റിവൈസ് ചെയ്യുന്നത് വളരെ നല്ലതാ. പിന്നെ അടുത്ത ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആദ്യം പഠിച്ച ടോപ്പിക്കും അടുത്ത ടോപ്പിക്കും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും റിവൈസ് ചെയ്യും. അതേപോലെ 2 ടോപ്പിക്കിന്റെയും അതേപോലെ 3, 4 അങ്ങനെ ടോപ്പിക് മിക്സ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആദ്യം ഓരോ ടോപ്പിക് കഴിയുന്നതിനനുസരിച്ച് ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ലാസ്റ്റിലേക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതൊരു ടെൻഷനൊക്കെ ആയിട്ട് മാറാം. അപ്പം അങ്ങനെ റിവൈസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റിലേക്ക് നമുക്ക് കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അതേപോലെ മിക്സഡ് ക്വസ്റ്റ്യൻസും പിന്നെ ടെസ്റ്റുകൾ എന്തായാലും കമ്പൽസറി ആയിട്ട് എഴുതണം. നമ്മൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഞാൻ എഴുതാറുണ്ടായിരുന്നു. ട്രിസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ടെസ്റ്റും ചെയ്യാറുണ്ട്. ലാസ്റ്റത്തെ ഒരു വീക്കിലെ ഒരു 2-3 ടെസ്റ്റ് മാത്രമേ ഞാൻ എഴുതാത്തുള്ളൂ. ബാക്കിയെല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു പഠിച്ചില്ലെങ്കിലും. പിന്നെ ടെസ്റ്റ് എഴുതിയാല് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം. നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസാ തെറ്റിയത്. ചിലര് ടെസ്റ്റ് എഴുതിയിട്ട് അങ്ങ് പോവും. പിന്നെ അത് തിരിച്ചെടുത്ത് നോക്കിയിട്ട് പഠിക്കാറൊന്നുമില്ല. അപ്പം ആ ടെസ്റ്റിൽ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് തെറ്റിയിട്ടുണ്ട്, അതേപോലെ ഇനി നമുക്ക് ഏതൊക്കെയാ നമുക്ക് വീണ്ടും നോക്കുമ്പോൾ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതേപോലെ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് എന്താ, അതൊക്കെ പഠിക്കാൻ പറ്റിയാല് ലാസ്റ്റത്തെ എക്സാമിന് നല്ല ഗുണകരമായിരിക്കും. അതെ. ഈ റിവിഷൻ ടെസ്റ്റുകൾ അല്ലെങ്കിൽ റിവിഷൻ സീരീസിലൊക്കെ എന്താ വെച്ചാൽ ഏകദേശം എക്സാമിന്റെ പാറ്റേണോട് ചേർന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു. അല്ലേ? ആ ടഫ്നെസ് ആ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇവരൊക്കെ വിളിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചിരുന്നു. ഭയങ്കര ടഫാണ്. ഇത്ര മാർക്കുള്ളൂ. എന്നിട്ട് ടെൻഷൻ അടിച്ച ആൾക്കാരാ നിങ്ങള്. അല്ലേ? റിവിഷൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട്. അതെ. അതേപോലെ അപ്പൊ ഇങ്ങനെ പ്ലസിന്റെ പറയും ടെസ്റ്റ് ഒക്കെ അത്യാവശ്യം നല്ല ടഫായിരുന്നു. നമ്മളെപ്പോഴും പറയും ടഫ് ക്വസ്റ്റ്യൻസ് അതായത് ഈസി ക്വസ്റ്റ്യൻസിനേക്കാളും കൂടുതൽ ടഫ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അവിടെ ചെല്ലുന്ന സമയത്ത് എക്സാമിന് ചെല്ലുന്ന സമയത്ത് നമുക്ക് അത്ര ടെൻഷൻ വരില്ല. ആ ടെൻഷൻ എന്നുള്ളതൊരു താൽക്കാലികം മാത്രമായിരിക്കും. അല്ലേ? അതെ. ഓക്കെ. ട്രിസിന്റെ ഒക്കെ ടെസ്റ്റുകൾ അത്യാവശ്യം നല്ല ടഫായിരുന്നു. ചിലതൊക്കെ നല്ല മാർക്ക് കുറഞ്ഞു. എനിക്ക് 6 മാർക്കൊക്കെ കിട്ടിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ആ സമയത്ത് ഞാൻ നല്ല വിഷമം തോന്നിയിട്ടുണ്ട് ആ സമയത്തൊക്കെ. പക്ഷെ അപ്പം വിഷമിച്ചാലും ലാസ്റ്റത്തെ എക്സാമിന് നമുക്ക് അത് നല്ല ബെനിഫിറ്റ് ആയിരിക്കും അങ്ങനെ ചെയ്തു പഠിക്കുകയാണെങ്കിൽ. അതെ, അതെ. പിന്നെ മോള് ഇപ്പൊ ജാമിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത സമയത്ത് വേറൊരു ഡൗട്ട് എന്താ വെച്ചാ നിങ്ങൾക്കും ഉണ്ടായിരുന്ന ഡൗട്ട് തന്നെയായിരുന്നു അത്. എല്ലാ സബ്ജക്റ്റും പഠിക്കണോ? ഏതാണ് ഇമ്പോർട്ടന്റ് കൂടുതല്? ഇന്നത് പഠിക്കണോ? എപ്പോഴും കേൾക്കുന്നതാ. ഇത് വിട്ടാ കുഴപ്പമുണ്ടോ? അത് വിട്ടാ കുഴപ്പമുണ്ടോ? അല്ലേ? അപ്പൊ ആ നിങ്ങൾക്ക് ഡൗട്ട് എന്താ അതൊരു അഡ്വൈസ് ആയിട്ട് തോന്നുന്നത്? ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ? ആ ഡൗട്ട് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാം പഠിച്ചാലേ പറ്റുള്ളൂ എന്നായിരുന്നു എന്റെ വിചാരം. പക്ഷെ ലാസ്റ്റിലേക്ക് ഞാൻ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടല്ല. അത്യാവശ്യം എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു ഓരോ ടോപ്പിക് എടുക്കുന്ന ടൈമിൽ. ലാസ്റ്റ് എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുന്നതും ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതേപോലെ പ്രോബ്ലംസ് കിട്ടുന്ന ടോപ്പിക്, അതാണ് ഞാൻ കൂടുതൽ ലാസ്റ്റിലേക്കുള്ള ടൈമിൽ നോക്കിയിട്ടുള്ളൂ. അല്ലാത്ത ടോപ്പിക്കിന്റെ പുറകെ ഞാൻ പോയിട്ടില്ല ലാസ്റ്റ് ടൈം. എനിക്ക് ഇലക്ട്രോണിക്സ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ്, പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ഞാൻ ഓസിലേഷൻ വേവ്സ് അത് മാത്രമാണ് ലാസ്റ്റിലേ നോക്കിയത്. എനിക്ക് ടഫ് ഉള്ളത് ഞാൻ വിട്ട് അത്. അപ്പം നമുക്ക് കുറച്ച് ടോപ്പിക്സ് മാത്രം അത്യാവശ്യം അത് നല്ല രീതിയിൽ പഠിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല റാങ്ക് കിട്ടും. നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്ന് പിന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ടോപ്പിക് കവർ ചെയ്ത് കഴിഞ്ഞില്ല, അതിന് പ്രോബ്ലംസ് കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്.
പക്ഷെ കിട്ടുന്ന സാധനത്തിൽ നല്ല സ്ട്രോങ് ആയാൽ മതി. അതായത് ഇപ്പൊ ഒരു മെക്കാനിക്സ് ആയാലും അതെ, ഇപ്പൊ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇഷ്ടച്ചാ അത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക അല്ലേ? ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണെങ്കിൽ അത് നന്നായി പഠിക്കുക. വേറെ സബ്ജക്റ്റിലേക്കൊന്നും നമ്മൾ അങ്ങനെ പോവാതിരിക്കുക അല്ലേ? എല്ലാം കൂടിയിട്ടാവുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ്, കിട്ടില്ല. എല്ലാം കിട്ടണമെങ്കിൽ മുമ്പേ തുടങ്ങണം എന്ന് മാത്രം അല്ലേ? അതെ. ഓക്കെ. ഇനി ഈ ഒരു റാങ്ക് വെച്ചിട്ട് നല്ലൊരു ഐഐടി കിട്ടാതിരിക്കില്ല. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഒരു നല്ല ഐഐടിയിൽ ചേരണം. ഉം. പിന്നെ ഫിസിക്സ് പഠിക്കണം. സയൻസിന്റെ ആ ഒരു മേഖലയിൽ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതെ. റിസർച്ച് തന്നെയാണ് താല്പര്യമൊക്കെ അല്ലേ? റിസർച്ച് ഇപ്പം വിചാരിക്കുന്നുണ്ട്. ഇനി ഭാവിയിൽ മൈൻഡ് മാറുമോന്ന് അറിയില്ല. എന്തായാലും അതെ. എന്തായാലും ഫിസിക്സ് ഒരു നല്ലൊരു ഐഐടി കയറി ഫിസിക്സ് ഒക്കെ പഠിക്കും എന്തായാലും ട്ടോ. എന്തായാലും എന്താണ് കുട്ടികളോട് ഒരു ടിപ്പ് പറയാനുള്ളത് ജാമിനെ പറ്റിയിട്ട്? മോളുടെ ഒരു ഹാർട്ടിൽ നിന്ന് ഒരു നല്ലൊരു വേർഡ്സ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇനി വരുന്ന ആളുകൾക്ക് നല്ല മോട്ടിവേഷൻ ആയിരിക്കണം നമ്മള്. അല്ലെ? എന്തായാലും മോട്ടിവേറ്റഡ് ആണ്. കാരണം നല്ലൊരു മാർക്ക് വാങ്ങിയിട്ടാണ് മോള് ഇരിക്കുന്നത്. നല്ലൊരു റാങ്കിൽ നോക്കിയിട്ടും ഇനി ഒരു ഐഐടിയിൽ കേറാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ ഇനി വരുന്ന ഒരു ബാച്ചിനോട് എന്താ പറയാനുള്ളത്? എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? എന്ത് വേണം എന്നുള്ളത്? നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സിനെ അഥവാ പ്രിപ്പറേഷൻ ജേർണീനെ ട്രസ്റ്റ് ചെയ്യുക, അതിനെ എൻജോയ് ചെയ്യുക. ആ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈം പീരീഡ് വെറുതെ ടെൻഷൻ അടിച്ച് കളയാണ്ട് അതിനെ എൻജോയ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ അത്യാവശ്യം നമുക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതേ സെയിം കാര്യം ഒരു കോള് വന്ന സമയത്ത് ഇങ്ങനെ ഇത് മോളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഇന്നലെയോ മിനിഞ്ഞാന്നോ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഏതോ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു പ്രിപ്പറേഷൻ നല്ല രസാണ്. അത് ഇങ്ങനെ പറഞ്ഞു. എന്താന്നറിയില്ല. അടുത്ത പരീക്ഷ കഴിയാണ്. ഇപ്പൊ ഐഐടി ജാം കഴിഞ്ഞു, സിയുഇടി കഴിഞ്ഞു, കുസാറ്റ് ഇനി വരാൻ പോവാണ് വേറെ. അപ്പൊ അവര് പറയണത് ഓരോ ദിവസവും പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. നേരം പോണത് അറിയണില്ല എന്ന് പറയുന്നുണ്ട്. അതാ ഒരു സ്പിരിറ്റിൽ എടുത്തോണ്ടാണ് അല്ലേ? അതെ. അതിപ്പോ അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വേർഡ് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല രസാണെന്നാ പറയുന്നേ. അതൊരു ഒരു ഗെയിം പോലെയൊക്കെയാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്താൽ നല്ല ബെനിഫിറ്റ് ആയിരിക്കും. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പ്രിപ്പറേഷന്റെ ടൈമില്. പക്ഷെ ലാസ്റ്റ് ജാം ഒക്കെ കഴിഞ്ഞ ടൈമിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അത് കുറച്ചുകൂടെ നന്നായി ഒരു ഗെയിം പോലെയോ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻജോയ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ആ ഒരു ടെൻഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനിയുള്ളവരെങ്കിലും അങ്ങനെ ഒരു എൻജോയ് ചെയ്യുന്ന രീതിയിൽ ഗെയിം പോലെ എടുത്ത് അതിൽ എൻജോയ് ചെയ്ത് നന്നായി പഠിക്കാന്ന് ഉള്ളതാണ് നല്ല കാര്യം. ഓക്കെ. അപ്പൊ ടെൻഷൻ ഇല്ലാതെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? അതെ. ആയിക്കോട്ടെ മോളെ. എന്തായാലും മോൾക്ക് നല്ലൊരു ഐഐടി കിട്ടി. മോള് വിചാരിച്ച പോലെ തന്നെ നന്നായി ഫിസിക്സ് ഒക്കെ പഠിച്ചൊരു റിസർച്ച് ഏരിയയിൽ എത്തട്ടെ. അപ്പൊ ഇനി കാണാട്ടോ മോളെ. ഓൾ ദി ബെസ്റ്റ്.